വൈഷ്ണവ വിശ്വാസികളുടെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തിരുക്കുറുങ്കുടി മലൈനമ്പി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടിയെന്ന് വിശ്വസിക്കപ്പെടുന്ന മഹേന്ദ്രഗിരി മലനിരകളിലെ ഈ വനക്ഷേത്രത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. എന്നാൽ ആ യാത്ര തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കളക്കാട് മുണ്ടന്തുറൈ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമായതിനാൽ തിരുക്കുറുങ്കുടി അടിവാരത്തിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്വകാര്യ വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും പ്രവേശനമില്ല. മുമ്പ് ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നുവെങ്കിലും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി അത് പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുകയാണ്. അതിനാൽ ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം 3 കിലോമീറ്ററോളം വനപാതയിലൂടെ നടന്നാണ് എത്തേണ്ടത്. നിശബ്ദമായ കാടും പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും ശബ്ദങ്ങളും മാത്രം കൂട്ടായുള്ള ഈ ട്രെക്കിംഗ് ശരിക്കും വേറിട്ടൊരു അനുഭവമാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള മേഖല ആയതിനാൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ പ്രവേശനം അനുവദിക്കാറില്ല. ഈ വനത്തിലൂടെ ഒഴുകി വരുന്നത് പുണ്യനദിയായ നമ്പിയാർ ആണ്. പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ ജലത്തിന് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വാസം. മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്പിയാറിന് കുറുകെയുള്ള നടപ്പാലത്തിലൂടെ നടന്ന് കുത്തനെയുള്ള പടികൾ കയറിയാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. പ്രകൃതിയുടെ ഹൃദയഭാഗത്ത് കരിങ്കല്ലിൽ പണിത ഈ മനോഹരമായ ക്ഷേത്രത്തിലാണ് ശ്രീദേവി ഭൂദേവി സമേതനായ മലൈമേൽ നമ്പി കുടികൊള്ളുന്നത്. തിരുക്കുറുങ്കുടിയിലെ 5 നമ്പിക്ഷേത്രങ്ങളിൽ ഏറ്റവും സവിശേഷമായ സന്നിധികളിൽ ഒന്നാണ് ഇത്. രാമായണവുമായി ബന്ധപ്പെട്ടും ഈ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകാൻ ഹനുമാൻ സ്വാമി വിശ്വരൂപം പൂണ്ട് ചാടിയത് ഈ മഹേന്ദ്രഗിരി മലയിൽ നിന്നുമാണ് എന്നതാണ് ഇവിടെ പ്രചാരത്തിലുള്ള ഐതിഹ്യം. മലമുകളിൽ വീശിയടിക്കുന്ന തണുത്ത കാറ്റും ചുറ്റുമുള്ള പച്ചപ്പും ഈ സന്നിധി പകരുന്ന ആത്മീയമായ ശാന്തതയും ചേർന്നാൽ വാക്കുകളിൽ വിവരിക്കാനാകാത്തൊരു അനുഭവമാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്.